ഗൈസ് ഇതുപോലൊരു അടിപൊളി ടേസ്റ്റി എഗ് റോൾ ഉണ്ടാക്കിയാലാ. സോ ഗൈസ് നമ്മളിപ്പോൾ ഇതാ ഒരുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുക. ഇത്ര മതിയേക്കാം, നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നോട്ട് മൈ പോയിൻ്റ്, നമ്മളിതൊരു മടിയൻ എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. സോ ആകെ ഉള്ളിയും പിന്നെ പച്ചമുളകും കുറച്ച് നാരങ്ങയുണ്ട്. കുറച്ച് നാരങ്ങ ഉണ്ട്, നാരങ്ങ ലൈം ജ്യൂസ് നമ്മളിങ്ങനെ കുറച്ച് പിഴിഞ്ഞ് കൊടുക്കുക. കാരണം നമ്മൾ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. കുരുവെല്ലാം ഉണ്ട്, കുരു എടുത്ത് മാറ്റുക, ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ഫില്ലിങ്. ഇത് മിക്സ് ചെയ്യുക. പച്ചവളം ഉണ്ട് ഗൈസ്, ഒരു പച്ചവളം അരിഞ്ഞത് അതും ഇതിനകത്തിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇങ്ങനെ നല്ലോണം തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ എഗ് റോളിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് റെഡി ഗൈസ്. ഇനി നമുക്ക് ആകെ ചപ്പാത്തിനകത്ത് എഗ് ഇട്ട് ചുട്ടെടുക്കുകയുണ്ടോ, അതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് മയണീസും കച്ചപ്പും ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആക്ച്വലി ഇത് ഏറ്റവും സിമ്പിളായിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ മാത്രം, ലൈക്ക് പണിയെടുക്കാൻ കഴിയില്ലെങ്കിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ എഗ് റോൾ. ഒരു ഉള്ളി അരിയ, ഉപ്പും കുരുമുളകും നാരങ്ങ ഇട്ട് പിഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് കഴിഞ്ഞിട്ട് ഇതിനോട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി സെറ്റാക്കാം. സോ ഗൈസ് നമ്മളെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിനി അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എഗ്ഗാണ്, ഒരു എഗ് റോൾ യൂസ് ചെയ്യുന്നത്. 2 ചപ്പാത്തി ഉള്ളതുകൊണ്ട് തന്നെ 2 ചപ്പാത്തി ഉള്ളത് കൊണ്ട് തന്നെ ഒരു എഗ് റോളിന് ഒരു എഗ് റോളിന് ഒരു എഗ്ഗ്. ബട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആക്കുന്ന സമയത്ത് പരമാവധി ഒരു എഗ് റോളിന് 2 മുട്ട പൊട്ടിച്ചൊടിക്കുക ഈ സമയത്ത്. ഇപ്പോൾ എല്ലായിടത്തും ഒന്ന് എണ്ണയൊന്ന് സെറ്റാക്കാം. നമുക്ക് എണ്ണ പൊട്ടിക്കാം, അല്ല എണ്ണയല്ല സോറി, മുട്ട പൊട്ടിച്ചിടാം. സെൻറ്ററിൽ ഇടാൻ നോക്കുക. ഇട്ടപ്പോൾ ചെറുതിനൊന്ന് പാളിപ്പൊടി. സെൻറ്ററിലാണ് വേണ്ടത്. ഇനി മുട്ട ഒന്ന് പരമാവധി നമുക്ക് സൈസ് ഒന്ന് ഇടാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടുക. ഞാൻ ഉപ്പിടുന്നുണ്ടില്ല. ചപ്പാത്തി എടുക്കുക, നേരെ വേവുന്നതുകൊണ്ട് ഇങ്ങനെ കൈ കൊടുക്കുക. ലെവലെല്ലാം ആയി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടിടുക. ഞാനിപ്പോൾ ഒരു എഗ്ഗാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ 2 എഗ്ഗ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിനി മറക്കാൻ നോക്കാം. ഈ ഒരു അവസ്ഥയിലായിരിക്കും. മര്യാദ കിട്ടണമെങ്കിൽ മര്യാദ കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ഉണ്ടാകുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഉണ്ടാകും. പരീക്ഷണമല്ലേ കഴിച്ചു. ഇങ്ങനെ കിട്ടിയാൽ മതി. ഇങ്ങനെ കിട്ടിക്കഴിയുന്നു അതേപോലെ തന്നെ അടുത്ത ചപ്പാത്തി ഉണ്ടാക്കുക. ഗൈസ് നമ്മൾ എഗ് റോളിൻ്റെ ചപ്പാത്തി സെറ്റായതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇതാണ് യൂസ് ചെയ്യുന്നത്, മയോണീസ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് മയോണീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ആഡ് ചെയ്യുക. ടൊമാറ്റോ കച്ചപ്പ് മസ്റ്റാട്ടോ. എന്നിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം.
ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുക. പിന്നെ നമ്മൾ ചെയ്ത് വെച്ച ഫില്ലിങ് ഗൈസ്, ഫില്ലിങ് ഇത് എടുത്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഫില്ലിങ് ആഡ് ചെയ്യാം. ഇതങ്ങ് റോൾ ചെയ്യും. എന്നിട്ട് റോൾ ചെയ്യാം ഗൈസ്, റോൾ ചെയ്യാം. നമ്മുടെ ഈസി സിമ്പിൾ ലേസി എഗ് റോൾ റെഡി ഗൈസ്, റെഡി ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ലേസി എഗ് റോൾ റെഡി ആയിരിക്കുന്നു ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബൈറ്റിൽ നോർമലി ഫില്ലിങ് കിട്ടൂല, അടുത്ത ബൈറ്റ് കറക്റ്റ് പറയാം. ടേസ്റ്റ് ഗൈസ്. ഞാനിപ്പോൾ ഒരു മുട്ട യൂസ് ചെയ്തിട്ടാണ് ഒരു എഗ് റോൾ ഉണ്ടാക്കിയത്. 2 മുട്ടയാണെങ്കിൽ കലക്കും. 2 3 മുട്ടയാകുമ്പോൾ അടിപൊളിയാവും. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് അറിയിക്കുക.